കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഗാവസ്ഥകൾ മൂലം ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പായുമായി ബന്ധപ്പെട്ട വാർത്തകൾ വത്തിക്കാൻ ഓരോ ദിവസവും ലോകത്തെ അറിയിക്കുന്നുണ്ട്. റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ലോകം ഈ ആശുപത്രിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. സമീപ ദിവസങ്ങളിലായി ജമല്ലി ആശുപത്രി ഒരു പുണ്യസ്ഥലമായി മാറിയോ എന്ന് ചോദിച്ചാൽ നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും വിശ്വാസികൾ ഓരോ മിനിറ്റിലും ആശുപത്രിക്ക് പുറത്തു നിന്നുകൊണ്ട് പാപ്പായ്ക്കായി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ ആശുപത്രിയിൽ സമയം ചെലവഴിക്കുന്ന 3 പേരുടെ വാക്കുകൾ കേൾക്കാം. അമ്മയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഫാദർ എൻസോ ഡെൽ ബ്രോക്കോ ജമല്ലി ആശുപത്രിയിലെത്തിയത്. താൻ ഉൾപ്പെടെ അവിടെ നിരവധി പേർ പാപ്പായുടെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിന് സാക്ഷിയാണ് ഈ വൈദികൻ. സാധിക്കുമെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒരേ ആശുപത്രിയിലുള്ള പാപ്പായെ കാണാനുള്ള ശ്രമത്തിലാണ് തൻ്റെ അമ്മയെന്നും അവർ രോഗാവസ്ഥയിലും അതിനായി ശ്രമിക്കുകയാണ്. അവർ അത് നടത്തിയിരിക്കുമെന്നും ഫാദർ എൻസോ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഭാര്യയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ആ ആശുപത്രി സന്ദർശിക്കുന്ന ഒരാളായിരുന്നു ലൂയിജി. ഭാര്യയുടെ സൗഖ്യത്തിനായി എല്ലാ ദിവസവും ദിവ്യബലിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ഇന്ന് പാപ്പായുടെ ആരോഗ്യ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ലൂയി പറയുന്നു. ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടായിരുന്നു സിസ്റ്റർ മേരി ജെയിനും കുറച്ച് സ്ത്രീകളടങ്ങുന്ന സംഘവും അമേരിക്കയിൽ നിന്നും റോമിലെത്തിയത്. അവരും ഇപ്പോൾ ജമല്ലി ആശുപത്രിയിൽ പാപ്പായുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ മുൻപന്തിയിലുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഓരോ മണിക്കൂറിലും ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുന്നത്.